ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പച്ചമാങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സമ്മർ ഡ്രിങ്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി കാണാൻ പറ്റും, അതിലും കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് പച്ചമാങ്ങ വേണം. ഞാനിവിടെ 2 ചെറിയ പച്ചമാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വലിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതി. ഇത് ചെറിയ മാങ്ങയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കാണുമ്പോൾ ഇത് ഭയങ്കര വലുതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ശരിക്കും കുഞ്ഞു മാങ്ങയാണ് കേട്ടോ, അതുകൊണ്ട് 2 എടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലുത് മതി. പിന്നെ ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. പുളി കുറഞ്ഞ മാങ്ങയിലും നമുക്ക് ചെയ്യാൻ പറ്റും, പുളി നല്ല മാങ്ങയിലും ചെയ്യാൻ പറ്റും. കുറച്ച് പഴുക്കാറായ മാങ്ങയില് ഈ ഒരു പച്ചപ്പൊക്കെ മാറിയിട്ട് ഒരു യെല്ലോ കളറൊക്കെ വന്നു തുടങ്ങിയ മാങ്ങയിലാണെങ്കിൽ നമുക്ക് അധികം പഞ്ചസാര ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ടേസ്റ്റും ഉണ്ടാവും, അധികം പുളിയും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ മാങ്ങയിൽ ചെയ്യുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മാങ്ങ എടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏത് ടൈപ്പ് മാങ്ങയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ മൂവാണ്ടൻ മാങ്ങയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജ്യൂസിനും നല്ലൊരു സ്മെല്ലുണ്ടാവും. ഏത് മാങ്ങയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം. ഇഞ്ചി ഒരുപാട് വേണ്ട, കണ്ടോ, ഇത്രയുള്ള ഒരു ചെറിയൊരു കഷ്ണം മതി. അപ്പോൾ ഈ മാങ്ങയുടെ തൊലി ഭയങ്കര കട്ടിയാണ്, അതുകൊണ്ട് ഞാൻ തൊലി കളയാണ് കേട്ടോ. തൊലി കളയണം നിർബന്ധമില്ല, നമ്മൾ അരിച്ചെടുത്തിട്ടാണ് ലാസ്റ്റ് ജ്യൂസ് എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തൊലിയോട് കൂടിയിട്ട് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നല്ല കട്ടിയുള്ള കാരണം ഞാൻ തൊലി കളയണതാണേ. അപ്പോൾ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അരയാനായിട്ട് എളുപ്പമുണ്ടാവും ചെറിയ പീസാക്കി ഇട്ട് കഴിഞ്ഞാൽ. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, മാങ്ങയ്ക്ക് എന്തോരം പുളി ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം നമുക്ക്. ഇത് കൂടാതെ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് വേണം, കുറച്ച് ഐസ് വാട്ടർ വേണം, ആവശ്യത്തിന് പഞ്ചസാര വേണം. പിന്നെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് സാധാരണ മിക്സി അല്ലെങ്കിൽ ബ്ലെൻഡറോ. അപ്പോൾ ജ്യൂസ് അടിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തിൽ വേണമെങ്കിലും ചെയ്യാം, സാധാരണ മിക്സി ജാറിലും ചെയ്യാം. അപ്പോൾ ബ്ലെൻഡറിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമാങ്ങയുടെ കഷ്ണങ്ങൾ ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുടെ കഷ്ണം ചേർക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ അരയാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി നമ്മുടെ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർക്കണം. ഒത്തിരി പഞ്ചസാര നമുക്ക് ആദ്യമേ ചേർക്കണ്ട. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നീട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒരു 250 ml ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം നമ്മൾ ആദ്യമേ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും അരഞ്ഞു കിട്ടില്ല, കാരണം മാങ്ങയല്ലേ, ഇത് കട്ടിയുള്ള സാധനമല്ലേ, അപ്പോൾ അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് വെള്ളം ചേർക്കാം, 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ് ചേർക്കാം. ഐസ് ക്യൂബ് ഏകദേശം 1 കപ്പോളം ഐസ് ക്യൂബ്, ഒരു 10-12 ഐസ് ക്യൂബ് ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ലാസ്റ്റ് ഇത് അരിച്ചെടുക്കും, എന്നിരുന്നാലും ഇത് നല്ലപോലെ അരയണം. കണ്ടോ, ഇപ്പോൾ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കട്ടി നോക്കാം, എന്തോരം വെള്ളം ഇനി ഒഴിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഞാൻ ഇനി 1 ഗ്ലാസ് വെള്ളം കൂടിയിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 1/2 ലിറ്റർ ജ്യൂസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. കട്ടി അനുസരിച്ചിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം വീണ്ടും ഇട്ട് കൊടുക്കാം. ഇതിന് ചെറിയൊരു പുളിയും വേണം, എന്നാൽ നല്ല മധുരവും വേണം. അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഒത്തിരി മധുരം ആദ്യമേ ഇട്ടിട്ട് ആ ഒരു പുളി ഫുള്ളായിട്ട് കളയാൻ പാടില്ല. നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അരിക്കണം നിർബന്ധമില്ല, അരിച്ചു കുടിയുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിച്ചിട്ടെടുക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കിത് കുറച്ച് ഹെൽത്തി ആയിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര ഒഴിവാക്കിയിട്ട് തേൻ ചേർക്കാം. തേൻ ചേർത്താലും നല്ലതാണ്. ചിലർ ശർക്കരയൊക്കെ ചേർക്കുന്നത് കേട്ടിട്ടുണ്ട്. പഞ്ചസാരയാണ് നല്ല ടേസ്റ്റ്, പക്ഷെ ഹെൽത്തി ആയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേൻ ചേർത്താൽ മതി. അപ്പോൾ നമ്മളെ ജ്യൂസ് ഞാൻ അരിച്ചെടുത്തു. അപ്പോൾ നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി ഒഴിക്കാം. നിങ്ങളൊരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഈ ഒരു ചൂട് കാലത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു സമ്മർ ഡ്രിങ്ക് ആണ്, നല്ല റിഫ്രഷിംഗ് ആയിട്ടൊരു സമ്മർ ഡ്രിങ്ക് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.